ഫെബ്രുവരി 29 ശേഷം പേടിഎമ്മിന്റെ പരിധിയിൽ വരുന്ന കൺസ്യൂമർ അക്കൗണ്ട്, പ്രീപെയ്ഡ് യൂട്ടിലിറ്റികൾ, അതേപോലെ വാലറ്റുകൾ, ഫാസ്ടാഗ് എന്നിവയിൽ പുതിയ നിക്ഷേപങ്ങളോ ടോപ്പപ്പുകളോ ക്രെഡിറ്റ് ഇടപാടുകളോ സ്വീകരിക്കുന്നതിൽ നിന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിന് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തി എന്ന് തുടങ്ങുന്ന ഒരു വാർത്ത ഇന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സമഗ്രമായ സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും എക്സ്റ്റേണൽ ഓഡിറ്റർമാരുടെ കംപ്ലൈൻസ് വാലിഡേഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിരന്തരമായ വ്യവസ്ഥാ ലംഘനവും മെറ്റീരിയൽ സൂപ്പർവൈസറി പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് വിലക്ക് എന്നും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാർ UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷനുകൾ, പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേടിഎമ്മിന് ഇപ്രകാരം സംഭവിച്ചേക്കുന്ന ഈ ഒരു ആക്ഷൻ ഏതെങ്കിലും തരത്തിൽ യൂസേഴ്സിനെ ബാധിക്കുമോ എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള ആശങ്കകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പേടിഎം ആപ്ലിക്കേഷന് എന്താണ് സംഭവിച്ചതെന്നും RBI ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പേടിഎമ്മിലേക്ക് ഫോഴ്സ് ചെയ്തിരിക്കുന്നതെന്നും തുടങ്ങി വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ ഇഷ്ടമാവുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെയുള്ള ഒരു ആക്ഷനാണ് RBI പേടിഎമ്മിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. 29-ാം തീയതിക്ക് ശേഷം പേടിഎം വർക്ക് ചെയ്യുമോ, അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കും. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പേടിഎം പേയ്മെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ പേടിഎം ബാങ്കിങ് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ പേടിഎമ്മിന്റെ ആപ്ലിക്കേഷനൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പേടിഎമ്മിന്റെ സർവീസുകൾ ഉണ്ടല്ലോ, ഈ സർവീസുകളെ പേടിഎം ബാങ്കിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. RBI 2017 പേയ്മെന്റ് ബാങ്കിംഗ് ലൈസൻസ് ഈ പേടിഎമ്മിന് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പേടിഎമ്മിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഈ ഒരു അംഗീകാരം പേടിഎമ്മിന് ലഭിച്ചതിന് ശേഷമാണ് സാധ്യമായത്. ഇപ്രകാരം പേടിഎമ്മിന്റെ സർവീസ് കുറച്ചുകൂടി ബ്രോഡായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇപ്പോൾ RBI നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തെന്നാൽ പേടിഎമ്മിന് അതിന്റെ കോർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്ന് വലിയ വിലക്കുകൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇതിന്റെ കോർ സർവീസുകൾ എന്ന് പറയുമ്പോൾ പേടിഎമ്മിന്റെ വാലറ്റ് ഉൾപ്പെടും, അതേപോലെ തന്നെ ഫാസ്ടാഗ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ കോർ സർവീസിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളിൽ നിന്ന് ഫാസ്ടാഗ് സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ പേടിഎം സർവീസിലൂടെയാണ് ഇത്തരം ഒരുപാട് ഫാസ്ടാഗ് സിസ്റ്റം ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അപ്പോൾ RBIയുടെ ഈ ഒരു ഓർഡറോടുകൂടി ഇനി മാർച്ച് മുതൽ ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം ഫ്രീസ് ആകുമെന്ന് പറയുന്നതാണ് ശരിയായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോ കണ്ടതാണ് RBI ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ 35A പ്രകാരമാണ് ഇപ്രകാരം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അവർ ട്വീറ്റ് ചെയ്തേക്കുന്നത്. RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിരുദ്ധമായി വരുമ്പോഴാണ് ഇപ്രകാരം പലതരത്തിലുള്ള നടപടികളൊക്കെ RBI സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക നടപടിയിലേക്ക് RBI എത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായി കണ്ടാൽ അത് മനസ്സിലാവും. എന്തായാലും ലക്ഷക്കണക്കിന് വരുന്ന പേടിഎം ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ഇത് എത്രയധികം ആൾക്കാരെ ബാധിക്കുമെന്നത് നമുക്കൊരു കണക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പേടിഎമ്മിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മളൊന്ന് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 100 മില്യൺ KYC വെരിഫൈഡ് കസ്റ്റമേഴ്സ് അവർക്കുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ ഫാസ്ടാഗിന്റെ ഒക്കെ കാര്യത്തെ പറ്റി സൂചിപ്പിച്ചായിരുന്നു. ഈ ഫാസ്ടാഗിന്റെ കാര്യം ആ വെബ്സൈറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8 മില്യൺ ഫാസ്ടാഗ് യൂണിറ്റുകൾ ഇതുവഴി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന്റെ കണക്കുകളൊക്കെ കാണിക്കുന്നത്. വിജയ് ശേഖർ ശർമ്മയാണ് പേടിഎമ്മിന്റെ ഫൗണ്ടർ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാൻ കൂടിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. എന്നാൽ ഈ ആക്ഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പേടിഎം പ്രത്യേക രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പേടിഎമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ അതിന്റെ യൂസേഴ്സ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ശരിക്കും എന്ത് ആക്ഷനാണ് RBI പേടിഎമ്മിന് അഗേൻസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു റിസർവ് ബാങ്ക് ATMന്റെ ചില കോർ സർവീസുകളൊക്കെ ബാർ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. അതിൽ ഫാസ്ടാഗ്, പേയ്മെന്റ് വാളറ്റ്, അതുപോലെ തന്നെ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു കാർഡായിട്ട് ഇതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനും ഒക്കെ ഈ ഒരു കാർഡിലൂടെ ഒരു
സിംഗിൾ കാർഡ് ആണെങ്കിലും മൾട്ടിപ്പിൾ യൂസ് ആണ് അതിനുള്ളതെന്ന് മനസ്സിലാക്കാം. പേടിഎമ്മിന്റെ ഇത്തരത്തിലുള്ള സർവീസുകൾ മേലാണ് ഫെബ്രുവരി 29 മുതൽ RBI കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ പേടിഎമ്മിന്റെ മെയിൻ കമ്പനി, അതായത് അതിന്റെ പേരന്റ് കമ്പനി എന്നൊക്കെ പറയും, അത് 197 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ഈ രണ്ട് കമ്പനികൾക്കിടയിൽ ഫെബ്രുവരി 29 വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പെൻഡിങ് പേയ്മെന്റുകളൊക്കെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡെഡ് ലൈൻ ആയിട്ട് മാർച്ച് 15 വരെ അധിക സമയം അതിന് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ അത് തീർപ്പാക്കണമെന്നാണ് പറയുന്നത്. ഇതിനുശേഷം യാതൊരു തരത്തിലുമുള്ള ട്രാൻസാക്ഷനുകൾ പേടിഎമ്മും അതിന്റെ പേരന്റ് കമ്പനിയുമായി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്നാൽ ഇതിന്റെ യൂസേഴ്സിനെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫെബ്രുവരി 29 ശേഷം നമുക്ക് പേടിഎമ്മിൽ പുതിയ ഒരു കസ്റ്റമറായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഇനി നിങ്ങൾ ഓൾറെഡി പേടിഎമ്മിന്റെ ഒരു കസ്റ്റമർ ആണ്, ഒരു യൂസർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേടിഎം വാളറ്റ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കൂടി കരുതുക. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പേയ്മെന്റുകളും ഫെബ്രുവരി 29 മുന്നേ കംപ്ലീറ്റ് ആക്കുക എന്നതാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. യൂസേഴ്സിന് അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 29 വരെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുമെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം ഡെബിറ്റോ ക്രെഡിറ്റോ സാധ്യമല്ല എന്നും അതോടൊപ്പം ഇത്തരത്തിലുള്ള വാളറ്റുകളിലുള്ള പൈസയോ അതിലെ ട്രാൻസാക്ഷനിലോ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഇതിന്റെ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പേടിഎമ്മിന്റെ സേവനങ്ങളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. ഇത്തരം ആപ്പുകളിൽ നിന്ന് നമുക്ക് സാധാരണ ക്യാഷ് ബാക്ക് പോലെയുള്ള ഓഫറുകളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ക്യാഷ് ബാക്ക് ഓഫറുകളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വന്ന കാലത്ത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നും ഇപ്പം അധികം ക്യാഷ് ബാക്കുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് പേടിഎം നൽകുന്ന മറ്റ് പല സേവനങ്ങളുണ്ട്. അതായത് ലോണ്, മ്യൂച്വൽ ഫണ്ട്, ബിൽ പേയ്മെന്റ്, ഡിജിറ്റൽ ഗോൾഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ കുറെ സർവീസുകളുണ്ട്. ഇത്തരം സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാമർശങ്ങളൊന്നും RBI ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് ഇത്തരം സേവനങ്ങളിൽ കൂടി ഈ ഒരു നിയന്ത്രണം ബാധകമാണോ എന്നതിനെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്തതായി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് RBI ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018 മുതൽ തന്നെ RBIയുടെ സ്ക്രൂട്ടണിയുടെ അണ്ടറിലാണ് പേടിഎം എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. KYC കംപ്ലൈൻസ്, IT റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി RBIയുടെ റഡാറിലായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പേടിഎം എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഉണ്ടായിരുന്നത്. RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ RBI കുറച്ച് നാളായി പേടിഎമ്മിനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ വയലേഷൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സീരിയസ് ആക്ഷൻ പേടിഎമ്മിന് മുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ക്ലിയർ കട്ടായി ശരിക്കും ഇഷ്യൂ എന്താണെന്ന് RBI പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്ന് അസ്യൂം ചെയ്യാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേടിഎമ്മിന്റെ പേരന്റ് കമ്പനി ആയിട്ടുള്ള 197 കമ്മ്യൂണിക്കേഷൻസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത് ചില ചൈനീസ് കമ്പനികളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ചൈനീസ് എന്റിറ്റികൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയി തുടരുന്നതിൽ RBI തീർച്ചയായും സംതൃപ്തരായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതോടൊപ്പം തന്നെ പേടിഎമ്മിൽ രജിസ്റ്റർ ചെയ്യുന്ന യൂസേഴ്സിന്റെ വിവരങ്ങൾ ഇപ്രകാരമുള്ള ചൈനീസ് കമ്പനികളിലേക്ക് ചോരുന്നതിനുള്ള സാധ്യതയും കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്രകാരം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് പേടിഎം RBIക്ക് എക്സ്പ്ലനേഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അതായത് യൂസേഴ്സിന്റെ വിവരങ്ങൾ സുരക്ഷിതമായി തന്നെ ഇന്ത്യൻ ഡാറ്റാബേസിൽ തന്നെ ഉണ്ടാകും, അത് ചോരില്ല എന്നൊക്കെ പേടിഎം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകാൻ അവർക്ക് തീർച്ചയായും സാധിച്ചില്ല എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രശസ്ത ചൈനീസ് കമ്പനി ആയിട്ടുള്ള ആലിബാബയുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള ആൻഫിനിൽ ഇതിന് പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബർ 31 വരെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡേറ്റയുടെ വിവരങ്ങൾ പ്രകാരം ഇത് ഏകദേശം 9.89% കാണാൻ സാധിക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പേടിഎമ്മിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് ഇതുമായി ചേർത്ത് കൂട്ടി വായിക്കാവുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വരും കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചൈനീസ് ഏജൻസികൾ അംഗമായി വരുന്ന അല്ലെങ്കിൽ സബ് കമ്പനികളായിട്ട് വരുന്ന പല തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും കമ്പനികൾക്കും എല്ലാം ഇതുപോലെ പിടിവീഴാൻ സാധ്യതയുണ്ട് എന്നൊരു അനുമാനത്തിൽ കൂടി എത്തേണ്ടിയിരിക്കുന്നു. ഇതിനു മുന്നേ RBI പേടിഎമ്മിനെതിരെ ആക്ഷനുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 2023 ഒക്ടോബറിൽ റെഗുലേറ്ററി കംപ്ലയൻസിന്റെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് RBI 5.39 കോടിയുടെ
രൂപയുടെ ഒരു ഫൈൻ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പേടിഎം ബാങ്ക് failed to identify its beneficial owner and breached the regulatory ceiling of end of the day balance എന്നാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് RBI തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേടിഎമ്മിനകത്ത് ഈ പേരിന്റെ കൂടെ ബാങ്ക് എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ആക്സിസ് ബാങ്ക് പോലെയോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് SBI പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ബാങ്ക് അല്ല എന്നൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ പലതരത്തിലുള്ള കണ്ടീഷനുകളൊക്കെ ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ കസ്റ്റമറുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് ഒരു പരിധിയൊക്കെ ഇപ്രകാരം നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള ബ്രീച്ചിങ് നടന്നിട്ടുണ്ട് എന്ന് RBI കണ്ടെത്തിയുണ്ടായി. മാത്രവുമല്ല സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം ഇഷ്യൂസും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ടെന്നും എന്നാൽ ഈ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ജസ്റ്റിഫിക്കേഷൻ നൽകാൻ വളരെയധികം ഡിലേ പേടിഎം വരുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കർശന നടപടികളൊക്കെ RBI സ്വീകരിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2022 മാർച്ചിലും സമാനമായിട്ട് RBI പേടിഎമ്മിനെ സമീപിച്ച് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ കസ്റ്റമേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു അന്ന് RBI പേടിഎമ്മുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെയും വ്യക്തമായിട്ടുള്ള ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് RBI റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാസ്റ്റ് ഹിസ്റ്ററീസ് എല്ലാം കൂടെ ഒന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതേപോലെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അനുമാനിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്യൂമേഷനിലേക്ക് എത്താം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അയവുകൾ RBI വരുത്തുമോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പറയാനുള്ള കാര്യം എന്തെന്നാൽ ഇന്ന് രാജ്യത്ത് പേടിഎം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു വാസ്തവം ഉള്ളതുകൊണ്ടാണ്. ഓൺലൈൻ ട്രാൻസാക്ഷനുകളും ഫാസ്ടാഗ് പോലെയുള്ള ആക്ടിവിറ്റീസും എല്ലാം ഇന്ന് പേടിഎമ്മിലൂടെ വളരെ സുലഭമായി നടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റിലാക്സേഷനുകൾ ഉണ്ടാവുമോ എന്നത് ഭാവിയിൽ കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ഇനിയും കിട്ടാനിരിക്കുന്നത് എന്നത് ഒരു വസ്തുത കൂടി തന്നെയാണ്. അപ്പോൾ പേടിഎമ്മുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ രീതിയിലാണ് യൂസേഴ്സിനെ ബാധിക്കുകയെന്നും ആ പേടിഎം കമ്പനിയെ തന്നെ ഏത് രീതിയിലാണ് ബാധിക്കുകയെന്നും ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നു തുടങ്ങിയ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി ഉപകാരമായി തോന്നിയെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.